ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ എല്ലാവരും കണ്ടു കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോയിൽ. ഇൻട്രോ വീഡിയോ ഞാൻ ഇട്ടിട്ട് ഒരു 2-3 ദിവസം ആവുന്നതേ ഉള്ളൂ. പക്ഷെ വലിയ വ്യൂ ഒന്നുമില്ല, അധികം ആൾക്കാർ കണ്ടിട്ടുമില്ല. കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടാൽ മാത്രമേ നമുക്കൊരു സന്തോഷം കത്തുണ്ടാവൂ അല്ലേ, ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ. കുറച്ച് ആൾക്കാർ കാണുമ്പോൾ, അപ്പോൾ അവരുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ, അവരുടെ അഡ്വൈസസ് തരുമ്പോൾ, അതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുക നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. ആ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് വന്നില്ല, പതിയെ പതിയെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂട്യൂബ് എന്നുള്ള ഒരു മീഡിയത്തിൽ കൂടി എനിക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ കുറച്ച് തോട്ട്സിനെ പറ്റിയാണ്. ഞാൻ ഒത്തിരി തിരക്കിലായിരുന്നു ഇന്ന് രാവിലെയൊക്കെ. ഇത് ഞാനിപ്പോൾ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അറൗണ്ട് ഒരു 12 മണിയോളം ആയിട്ടുണ്ട് ഇപ്പൊ സമയം. ഞാൻ ഇന്നലെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഇന്നലെ എനിക്ക് അവസാനം പറ്റിയില്ല. ഒത്തിരി ലേറ്റ് ആയത് കാരണം ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ അത് മാറ്റി വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു മടിയനാണ്, നല്ലൊരു രീതിയിലുള്ള ഒരു മടിയനാണ്. പക്ഷെ അതുകൊണ്ട് ആ മടിയെല്ലാം മാറ്റി വെച്ച് ഇന്ന് തന്നെ ഇതൊന്ന് ഫിനിഷ് ചെയ്യാം എന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ട്രേഡിംഗ് തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിലൂടെ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ അന്നത്തെ വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഇത് ബിഗിനർ ആയിട്ടുള്ള ആളാണെങ്കിലും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, കുറച്ച് എക്സ്പേർട്ട് ലെവലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ഒരു വലിയൊരു മേജർ മിസ്റ്റേക്കിനെ പറ്റിയും കൂടിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ? എന്റെ മനസ്സിൽ ആൻസർ ഉണ്ട്. പക്ഷേ ആ ആൻസർ റിവീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ തന്നെ ആ കമന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം, നിങ്ങൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് പകരം ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വീഡിയോ കണ്ടതിന് ശേഷമാണ് ആ കമന്റ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലോട്ട് കയറി ചെല്ലുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോർമലി യൂട്യൂബേഴ്സ് പലരും സംസാരിക്കുന്നുണ്ട്, അവർ സംസാരിക്കും അവരുടെ വീഡിയോയിൽ കമന്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ, ചാനലിൽ റീച്ച് ഒക്കെ കൂടാൻ വേണ്ടിയായിരിക്കും അവർ സംസാരിക്കുന്നത്. ആ രീതിയിൽ റീച്ച് കൂടുക എന്നുള്ളൊരു ഐഡിയയിലേ അല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിന് ഉള്ളൂ. അതല്ല, നിങ്ങൾ കമന്റ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലോട്ട് കയറി വരുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ അവർ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? പ്രെഡിക്റ്റബിൾ ആണോ അതോ അൺപ്രെഡിക്റ്റബിൾ ആണോ മാർക്കറ്റ്? എന്റെ അഭിപ്രായം ഞാൻ പറയാം. എന്റെ അഭിപ്രായം, മാർക്കറ്റിനെ ഡെഫിനറ്റ്ലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ പറ്റണമെന്നുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ ഇത് ഇങ്ങനെ ഒരു റെസ്പോൺസിന് വേണ്ടിയാണോ? ഒന്നുകിൽ നിങ്ങൾ പറ്റുമെന്ന് പറയൂ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയൂ. അല്ലാതെ പറ്റും പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ആൻസർ എങ്ങനെയാണ് ശരിയാവുക എന്നല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. അതായത്, നിഫ്റ്റി ഇപ്പോൾ ഒരു 27,000 ലെവലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ 27,000 നിൽക്കുന്ന നിഫ്റ്റി ഒരു 28,000 പോവില്ല എന്ന് ഞാൻ പറയുകയാണ് ഒരു എക്സ്പയറി ഡേക്ക്. ഇന്ന് തേഴ്സ്ഡേ ആണെന്ന് വിചാരിക്കുക. തേഴ്സ്ഡേ എക്സ്പയറി ഡേ ആണ്. ഇന്നത്തെ ദിവസത്തിനകത്ത്, ഇന്ന് 9:15 മുതൽ 3:15 വരെയുള്ള സമയത്തിനിടയ്ക്ക്, 3:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് നിഫ്റ്റി 1000 പോയിന്റ് മുകളിലോട്ട് പോവില്ല, അതുപോലെ തന്നെ 1000 പോയിന്റ് താഴോട്ടും പോവില്ല എന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? ഞാൻ പറയും, ഇതൊരു 99% പ്രോബബിൾ ആണ് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ പോവുകയില്ല എന്നുള്ളത്. 100% ഞാൻ പറയില്ല, കാരണം മാർക്കറ്റിലൊന്നും 100% ഇല്ല. അപ്പോൾ ഞാൻ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യല്ലേ ചെയ്തത്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുത്ത് നോക്കിയാലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും. നിഫ്റ്റിയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 200 പോയിന്റ്സ് ഒക്കെ വലിയൊരു റേഞ്ചാണ്, വലിയൊരു മൂവ്മെന്റ് ആണ്. 250, 300 അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു 500 പോയിന്റ് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നിഫ്റ്റി അങ്ങനെ ഒരു 1000 പോയിന്റ്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യാറില്ല. അങ്ങനെ നോർമലി മൂവ് ചെയ്യാറില്ല. ഒരു വലിയൊരു കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു ഈവന്റ് ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും നിഫ്റ്റി ആ രീതിയിൽ മൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു 99% നമ്മൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അർത്ഥം ഏകദേശം അത് ഈക്വലന്റ് 100% അല്ലേ? അപ്പോൾ ഞാൻ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്തില്ലേ? ഞാനല്ല, ആരാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്തില്ലേ?
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്കറ്റ് പ്രഡിക്റ്റബിൾ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ ഒരു 1000 പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്യില്ല എന്ന് പറയാനായിട്ട് എന്റെ ആവശ്യം എന്തിനാണ്? ആർക്ക് വേണമെങ്കിലും പറയില്ല, ഒരു പൊട്ടക്കണ്ണനും പറയാൻ പറ്റും ഈ നിഫ്റ്റി ഇത്രയും പോയിന്റ് മൂവ് ചെയ്യുകയോ ഇല്ല എന്ന് പറയാനായിട്ട്. 1000 പോയിന്റ് വളരെ വലിയൊരു റേഞ്ചാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നിഫ്റ്റി യൂഷ്വലി അങ്ങനെ മൂവ് ചെയ്യില്ല. 99% ഇതിനകത്ത് തന്നെ ആയിരിക്കും നിഫ്റ്റി നിൽക്കുക. പക്ഷേ ഞാൻ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്തു, 99% ആക്യുറസിയോടുകൂടി പ്രഡിക്റ്റ് ചെയ്തു. പക്ഷെ അവിടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇത്രയും പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിനെ എനിക്ക് എന്തോരം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും, എന്തോരം എനിക്ക് ഇതിനെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ പറ്റും, ഞാൻ എന്റെ ഈ പ്രഡിക്ഷൻ കൊണ്ട് എന്തെങ്കിലും പ്രോഫിറ്റബിലിറ്റി എനിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പ്രോഫിറ്റബിലിറ്റി ഡെഫിനറ്റ്ലി ഇല്ല. അവിടെ എനിക്ക് മാർക്കറ്റിനെ ഈ രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, അത് 99% ആണ്. പക്ഷെ ഇതെനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ട് തന്നെയാണ്, നമുക്ക് ഏകദേശം ഇമ്പോസിബിൾ ആണ്. ഈ ഇത്രയും ഒരു റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ വളരെയധികം ഇമ്പോസിബിൾ ആണ്. എന്നാൽ ക്യാപിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും, ഡെഫിനറ്റ്ലി. പക്ഷേ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ, നിയർലി ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട്, അങ്ങനെ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുക? പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് റെസ്പോൺസസ് ആണ്. മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ സൈഡ് വേസോ എങ്ങോട്ട് വേണമെങ്കിലും പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, സൈഡ് വേസ് ആണെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, താഴോട്ട് പോകണമെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഒട്ടുമിക്ക ട്രേഡേഴ്സും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു പൊസിഷൻ എടുക്കും, എന്നിട്ട് അവരുടെ ആ സ്ക്രീനിൽ തന്നെ നിൽക്കും. മാർക്കറ്റ് ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഇനി ഞാനിപ്പോൾ ബൈ പൊസിഷനിലാണെങ്കിൽ അത് മുകളിലോട്ട് കയറി പോകുമോ, അതോ സൈഡ് വൈസ് ആയിട്ട് പോയിട്ട് താഴോട്ട് തിരിച്ചു വരുമോ? അവർക്ക് പിന്നെ പേടിയാണ്, അവർക്ക് പിന്നെ ഒത്തിരി ഫിയർ ആണ്. അവരെങ്ങനെ ഫിയർ ചെയ്ത് ആ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവരവിടെ ഇരുന്നാലും ഇല്ലെങ്കിലും മാർക്കറ്റിന് തോന്നുന്ന വശത്തേക്ക് പോകും, അല്ലെ? മുകളിലോട്ടോ താഴോട്ടോ സൈഡ് വൈസ് ആയിട്ടോ എങ്ങോട്ടാന്ന് വെച്ചാൽ മാർക്കറ്റിന് തോന്നുന്ന വഴിയിലേ അത് പോകത്തുള്ളൂ. നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രഷർ കൂട്ടാം എന്നുള്ളതല്ലാതെ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സൈക്കോളജിയെ വളരെയധികം റോങ് ആയിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിഗിനേഴ്സ് മാത്രമല്ല, കുറച്ച് എക്സ്പെർട്ട് ലെവലുള്ള ട്രേഡേഴ്സും കൂടെ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ബേസിക്കലി നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക മാർക്കറ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പിന്നെ നിൽക്കരുത്. നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മുകളിലോട്ട് പോവുകയോ താഴോട്ട് വരികയോ സൈഡ് വേസ് ആവുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ബൈ പൊസിഷൻ ആയതുകൊണ്ട് മാർക്കറ്റ് ഡെഫിനറ്റ്ലി മുകളിലോട്ട് പോകണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അവിടെ ഞാൻ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മാർക്കറ്റ് കയറി പോവില്ല. ഞാനിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ മാർക്കറ്റ് കയറി പോകാനൊന്നും പോകുന്നില്ല, അല്ലെ? അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഇനി മാർക്കറ്റ് അതിന്റെ വഴിക്ക് വിടുക. പക്ഷേ നമ്മൾ അവിടെ ആക്ഷൻസ് ചെയ്യണം, അതായത് റെസ്പോണ്ട് ചെയ്യണം. എന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഞാൻ എന്റെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് ഞാൻ ആവറേജ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ഒരു ഡീറ്റെയിൽ പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ചെയ്യുക. ഒരു മെഷീനെ പോലെ നിങ്ങളുടെ ഇമോഷൻസിനെ മാറ്റിവെച്ച് ഒരു മെഷീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുമായി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു 50% മുകളിലുള്ള ആൾക്കാരെ ജയിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ജയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ എന്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്, ക്യാപിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബബിലിറ്റി സ്റ്റഡി ചെയ്യുക എന്നുള്ളതിനെ പറ്റിയല്ല, ആ രീതിയിലുള്ള പ്രഡിക്ഷനെ പറ്റിയല്ല. ഒരു 70% മൂവ് ചെയ്യാം, 60% മൂവ് ചെയ്യാം എന്നുള്ള പ്രോബബിലിറ്റി സ്റ്റഡിയെ പറ്റിയല്ല. മെയിൻ ആയിട്ട് മിക്ക ട്രേഡേഴ്സും മാർക്കറ്റിൽ പൊസിഷൻ എടുത്തതിന് ശേഷം മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കും. മാർക്കറ്റ് അവർ ഉദ്ദേശിച്ച പോലെ തന്നെ അവിടെ ഒരു വി ഷേപ്പ് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് താഴോട്ട് വരും അല്ലെങ്കിൽ മുകളിലോട്ട് പോകും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ അവരിങ്ങനെ ഇരിക്കും. അത് കയറി പോകും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കും, താഴോട്ട് വരും എന്നുള്ള വിശ്വാസത്തിലിരിക്കും. പക്ഷെ അങ്ങനെ നോക്കി മാർക്കറ്റിന് സ്ക്രീനിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ആ രീതിയിൽ ക്ലോസ് ആയി വാച്ച് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങളൊരു സ്കാപ്ലർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ രീതിയിൽ മാർക്കറ്റിനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് നോക്കേണ്ടി വരും.
നിങ്ങളുടെ സ്ട്രാറ്റജി ആ രീതിയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ എങ്കിലും ഞാൻ പറയുന്ന ഒരു 90%, മോർ ദാൻ 90% ട്രേഡേഴ്സിനും അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണമെന്നില്ല. അവര് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എങ്കിൽ പോലും അവർ ഈ പറഞ്ഞ പോലെ മാർക്കറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നോക്കിയിരുന്ന് അവരുടെ സൈക്കോളജിയെ അവർ തന്നെ ബീറ്റ് ചെയ്യുകയാണ്. അവർ തന്നെ അറിയാതെ മാർക്കറ്റ് അവരുടെ സൈക്കോളജിയെ ബീറ്റ് ചെയ്യും. മാർക്കറ്റ് ഡൈനാമിക് ആണ്. അതുപോലെ നമ്മളും ഡൈനാമിക് ആവാൻ പഠിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വളരെ ലോങ് റണ്ണിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ലോങ് റണ്ണിൽ നിന്നാൽ മാത്രമേ വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ഒരു പോയിന്റ് ഈ വീഡിയോയിലുള്ളത്. ഇതൊരു തോട്ടാണ്. പിന്നെ ഒരു തോട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി ഫ്രൈഡേസിനെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ഫ്രൈഡേ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് വളരെയധികം ക്രാഷ് ചെയ്ത് താഴോട്ട് വന്നു. അത് ഫണ്ടമെന്റലി എന്തുകൊണ്ട് വന്നു, എന്ത് ന്യൂസ് കാരണം വന്നു, ഇതൊന്നും ഞാൻ വാച്ച് ചെയ്തിട്ടില്ല. ടെക്നിക്കലി ചാർട്ട് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷെ മാർക്കറ്റ് വളരെയധികം ക്രാഷ് ചെയ്ത് താഴെ വന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, മാർക്കറ്റ് ഇത്രത്തോളം ക്രാഷ് ചെയ്ത് താഴെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ഫ്രൈഡേസിൽ എത്ര തവണ ഇത് സംഭവിക്കുന്നു, ഫ്രൈഡേയിൽ മാർക്കറ്റ് ഈ രീതിയിൽ ക്രാഷ് ചെയ്ത് വരാനുള്ള ചാൻസസ് എത്രയാണ് എന്നൊന്ന് നോക്കാമോ എന്ന് ഒരു ആഗ്രഹം മനസ്സിൽ. അതായിരുന്നു ഒരു തോട്ട്. കാരണം ഇതിന്റെ ബേസിക് ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ കഴിഞ്ഞ് അടുത്ത് വരുന്ന 2 ദിവസങ്ങൾ സാറ്റർഡേയും സൺഡേയുമാണ് മാർക്കറ്റ് ഹോളിഡേ ആണ്. പക്ഷെ ഇന്റർനാഷണൽ മാർക്കറ്റുകളെല്ലാം മിക്കവാറും ഉള്ള സമയങ്ങളിലെല്ലാം ഉണ്ട്. ഈ സാറ്റർഡേ കുറെ സമയം കൂടെയൊക്കെ ഉണ്ട്. ടൈം ഡിഫറൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ IST EST ഡിഫറൻസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്. എന്തെങ്കിലും ഒരു വലിയ ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യാം, ഓവർ ദ നൈറ്റ് ക്രാഷ് ചെയ്യാം. 2 ദിവസം ഓഫ് ആണ്. അതുകൊണ്ട് പല ഇൻവെസ്റ്റേഴ്സും ഇതിൽ നിന്ന് എക്സിറ്റ് ആവും. നോർമലി ഫ്രൈഡേ വരുന്ന സമയത്ത് മാർക്കറ്റ് ക്രാഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഇതാണ്. പക്ഷെ അത് ഡേറ്റ വൈസ് ആയിട്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്യണം. അങ്ങനെ വാലിഡേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഒരു തോട്ടാണ്. ആ തോട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് നോക്കുന്നതാണ്. അത് നോക്കിയിട്ട് അതിൽ എന്ത് റിസൾട്ടാണ് ഉണ്ടായത് എന്നുള്ളതും കൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ ഞാനൊരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിനകത്ത് നോക്കിയതാണ്. എനിക്ക് തോന്നുന്ന സമയത്തുള്ള തോട്ട്സ് എല്ലാം ഞാൻ അവിടെ എഴുതിയിടും. ഒരുപാട് തോട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴേ കഴിഞ്ഞ 2 ദിവസം ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ 12 മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കുറച്ച് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ടയർഡായിരിക്കുന്ന സമയമായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയമാണല്ലേ. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെയും പെട്ടെന്ന് തന്നെ എക്സോസ്റ്റ് ആവും. ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോമാണ്. പക്ഷെ എങ്കിൽ പോലും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഉച്ചയൊക്കെ സമയത്ത് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആവും. മാത്രമല്ല ഒരുപാട് സമയം വർക്ക് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് ആവും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ 1 സെക്കൻഡ് ചാർട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴല്ല, നമുക്ക് പണ്ട് പോലെ അവൈലബിൾ ആണ് ട്രേഡിംഗ് വ്യൂവിൽ 1 സെക്കൻഡ് ചാർട്ട്. അപ്പോ ബേസിക്കലി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പവർ ആർക്കാണുള്ളത്? ബിഗ് പ്ലേയേഴ്സിനാണ്. അതായത് നമ്മൾ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്ന ആൾക്കാർക്കാണ്, ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്, ഹെഡ്ജ് ഫണ്ട്സിനാണ് ഒക്കെയാണ് അവർക്ക് ഈ കൈൻഡ് ഓഫ് പവർ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യാനുള്ള പവർ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ബേസിക്കലി ഉള്ളത്. അപ്പൊ ഈ 1 സെക്കൻഡ് ചാർട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് ചാർട്ടോ അവൈലബിൾ ആവുകയാണെങ്കിൽ ബേസിക്കലി അവർ എൻറ്റർ ചെയ്യുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം ഇവര് ബിഗ് പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവര് ഒത്തിരി ചെറിയ ക്വാണ്ടിറ്റിയിൽ അവര് എൻറ്റർ ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ. അവർ ആ രീതിയിൽ അൽഗോരിതം എല്ലാം സെറ്റ് ചെയ്താൽ പോലും ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ അവിടെ ഉണ്ടാവില്ലേ? റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ ഫ്ലക്ച്വേഷൻ അവിടെ മാർക്കറ്റിൽ ഉണ്ടാവില്ലേ അവരുടെ ആ വോളിയം വരുന്ന സമയത്ത്? അത് 1 മിനിറ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്. പക്ഷെ ഒരു 5 സെക്കൻഡോ 1 സെക്കൻഡിലോ ആണെന്നുണ്ടെങ്കിൽ, ഒരു 1 സെക്കൻഡ് ആണെങ്കിൽ അത്രയും നല്ലത്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അവരത് അക്യൂമുലേഷൻ ഫേസിലാണോ ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണോ? ഈ അക്യൂമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടാണ് ശരിക്കും യഥാർത്ഥ ഗെയിം വരുന്നത് അല്ലേ? അവരൊരു പീരീഡിൽ ഇങ്ങനെ അക്യൂമുലേറ്റോ ഡിസ്ട്രിബ്യൂട്ടോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് സഡൻലി മാർക്കറ്റിനെ മുകളിലോട്ടോ താഴോട്ടോ കൊണ്ടുപോകും. ഈ സമയത്താണ് നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് പെടുന്നത്. അപ്പൊ അത് എവിടെ പെടുത്തണം എന്നുള്ളത് അവർക്ക് അറിയാം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ നമ്മൾ ഈസി അല്ലേ, മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ വളരെ ഈസി അല്ലേ. അപ്പൊ അതായിരുന്നു വേറൊരു തോട്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാനൊന്ന് റിസർച്ച് ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം അതിന്റെ ഫൈൻഡിങ് എന്താണെന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാം വരും വീഡിയോയിൽ. അപ്പോൾ ഇത്രയും നേരം എന്റെ ഈ കത്തിയടി കേട്ട് സഹിച്ചിരുന്ന നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഓക്കെ, താങ്ക് യു.